ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പറയാനായിട്ടല്ലേ. അവൻ ആ ഉത്തരവാദിത്വം ഏറ്റവും സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നത് കാണുന്നുണ്ട്. അവൻ എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അടയാളങ്ങൾ ചെയ്യുമ്പോഴും അവൻ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. അവന്റെ ഓരോ പ്രവൃത്തിയും അവന്റെ സംസാരവും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായിരുന്നു. അവൻ ഏറ്റവും സന്തോഷത്തോടു കൂടിയ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചത്. ശിഷ്യന്മാര് ചെയ്തൊരു കാര്യവും കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. 12 പേരും എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവനെ അനുഭവിക്കാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് സാധിച്ചു. ഇവിടെ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് അവർ ലോകത്തിന്റെ അതിർത്തികളോളം പോയി തമ്പുരാനെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറായത്. തങ്ങളുടെ ജീവിതം പോലും പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചുവെങ്കിൽ അതിന് ശക്തി ലഭിച്ചത് ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ്. മദർ തെരേസ പോലും പറയുന്നുണ്ടല്ലേ, കാരണം ജീവിതത്തില് ഈ കുഷ്ഠരോഗിയെ കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാനായിട്ടുള്ള ശക്തി ലഭിച്ചത് വിശുദ്ധ കുർബാനയിൽ നിന്ന്. ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് അവനെ സ്വീകരിച്ച് അവനെ ഉൾക്കൊള്ളുമ്പോൾ, അവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ശക്തിയാ ഈ ഭൂമിയുടെ അതിർത്തികളോളം ധൈര്യത്തോടുകൂടി വചനം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു ശക്തി നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് ഈശോയുടെ ഒപ്പമാകുവാനായിട്ട് നമുക്ക് സമയമില്ല. തിരക്കുകൾ കൊണ്ട് ദൈവത്തെ മാറ്റിവെക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഓരോ തിരക്കുകൾ പറഞ്ഞ് പലപ്പോഴും പ്രാർത്ഥന പോലും നമ്മൾ മാറ്റിവെക്കുക. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ നമുക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ശിഷ്യന്മാരെ പോലെ ഈശോയുടെ ഒപ്പമാകുവാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട്, ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ലോകത്തിന്റെ അതിർത്തികളോളം അവനെക്കുറിച്ച് ധൈര്യത്തോടുകൂടി സന്തോഷത്തോട് പ്രഘോഷിക്കുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് അവന്റെ ശിഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.